നമസ്കാരം, രാജിയാണേ നാട്ടുവാർത്തയിൽ നിന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തെന്മല ട്രെൻഡ്സ് ഫിലിം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മലയോര പ്രദേശമായ തെന്മലയിൽ ആദ്യത്തെ ഒരു സംഭവം തന്നെയാണ് ഒരു ഫിലിം ഫെസ്റ്റിവൽ തുടക്കം കുറിക്കുന്നത്. അതിന് ആദ്യമേ തന്നെ ഇതിൻ്റെ സംഘാടക സമിതിക്ക് ആശംസ അർപ്പിക്കുന്നു. ഒപ്പം നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ച് കണ്ട് മനസ്സിലാക്കി വരാം. നമസ്കാരം രാഹുൽ. അപ്പം നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു ആഘോഷം തന്നെയാണല്ലേ. അപ്പോൾ അത് നമുക്ക് എനിക്ക് തോന്നുന്നു വേണ്ടത്ര അങ്ങോട്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഒരു വൈകുന്നേരം ആണല്ലോ അല്ലേ, കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം അല്ലേ. ഇന്നത്തെ വൈകിട്ടത്തെ പ്രത്യേകത ഫിലിം ഫെസ്റ്റിവലിന്റെ രണ്ടാമത്തെ ദിവസമായിട്ട് ഉള്ള ഇന്ന് നമുക്ക് 9:30 മുതൽ തന്നെ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൈമിൾട്ടേനിയസ്ലി 2-3 സെഷൻസ് നടന്നു. നമ്മളുടെ കേരളത്തിൻ്റെ തന്നെ മൂവി ഇൻഡസ്ട്രിയിൽ ഒരു റെവല്യൂഷനായിട്ടുള്ള സബ് ടൈറ്റിലുകളുടെ റെവല്യൂഷൻ കൊണ്ടുവന്ന എംസോൺ 2 ചെറുപ്പക്കാർ എൻ്റർപ്രണേഴ്സാണ്. അവർ അവരുടെ സെഷൻസ് ഇന്ന് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ രാവിലെ 8 മണി തൊട്ട് തന്നെ ഫ്രീ മെഡിക്കൽ ക്യാമ്പ്, ഐ ടെസ്റ്റിംഗ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ സ്ക്രീനിങ് അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം വരെ തുടങ്ങും. വൈകുന്നേരമാണ് നമ്മൾ ആംബി തിയേറ്ററിലുള്ള സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പേ തന്നെ ഇന്ന് തന്നെ നമ്മളുടെ 7 ഭൂഖണ്ഡത്തിൽ എല്ലാ മൗണ്ടൻസും കയറിയ നമ്മളുടെ മൗണ്ടനിയർ അതുപോലെ ഇന്ന് നമ്മളുടെ വൈകുന്നേരത്തെ സെഷനുകളിൽ സ്റ്റോറി ടെല്ലിംഗ് സെഷൻ നമ്മുടെ ഷേഖ് ഹസൻ ഖാനാണ് കണ്ടക്ട് ചെയ്യുന്നത്. അദ്ദേഹം 7 ഭൂഖണ്ഡത്തിലെയും എല്ലാ വലിയ പർവ്വതങ്ങളും കീഴടക്കിയ മൗണ്ടനിയറാണ്. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റാണ്, നമ്മളുടെ അഭിമാനമാണ്. ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് എല്ലാ കോണ്ടിനെൻറ്റിലെയും ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളിൽ കയറിയ വ്യക്തിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പെയാണ് കിളിമഞ്ചാരോയിൽ പോയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് സെഷൻ. അതേപോലെ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള ജിതേഷ് ജി ഇന്ന് വരുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 50ഓളം ആളുകളുടെ ക്യാരിക്കേച്ചർ അദ്ദേഹം ചെയ്യും. അതൊരു വലിയ ഈവൻ്റാണ്, ഗംഭീര ഈവൻ്റാണ്. ഈ മേഖലകളിൽ തന്നെ അത്തരത്തിലുള്ള ഈവൻറ്റുകൾ നടന്നിട്ടില്ല. അന്നേരം ഇന്ന് വൈകുന്നേരത്ത് നടക്കുന്ന ആ ഒരു ഈവൻറ്റുകളിൽ എല്ലാവരും വന്ന് പങ്കെടുക്കണം. അത് കഴിഞ്ഞ് നമ്മളുടെ സ്ക്രീനിങ് 7 മണിയോടെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-10:30 ആകുമ്പോഴത്തേന് ആ ഒരു സ്ക്രീനിങ്ങോടെ ഇന്നെല്ലാം ഗംഭീര പടങ്ങളാണ് വന്നേക്കുന്നത്. വിദേശങ്ങളിലെല്ലാം പോയി അവാർഡെല്ലാം വാങ്ങി ഗംഭീര ചിത്രങ്ങളാണ് ഇന്ന് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. നമസ്കാരം ഞങ്ങൾ പ്രാദേശിക ചാനലായ നാട്ടുവാർത്തയിൽ നിന്നാണ്. അപ്പം നമ്മുടെ മലയോര മേഖലയിൽ ഇത്രയും വലിയൊരു ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചൊരു ആളെത്തുന്നില്ല അല്ലേ. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആദ്യത്തെ സംരംഭമല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പങ്കാളിത്തമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് പല സ്ഥലത്തായിട്ടാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലത്തായിട്ട് വിശ്വന്റെ ഭാഗമായിട്ട് ഫിലിം ഹൗസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേണം നിലവിൽ നമ്മൾ കഴിഞ്ഞു വരുമ്പോൾ കണ്ടതാണ് ഫിലിം ഹൗസ് എന്നുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഒരാശയം കൊടുക്കുന്നത്? നമുക്ക് നമ്മുടെ കിഴക്കൻ വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലയാളം തമിഴ് ചലച്ചിത്ര മേഖലയുടെ ശ്രദ്ധേയമായിട്ടുള്ള അതായത് ചിത്രീകരണ സിനിമ ഷൂട്ടിംഗ് രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള സ്ഥലമാണ്. അട്ടനല്ലൂർ 85 സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായിട്ടുള്ള കണക്ഷൻ ഓൾറെഡി ഉണ്ട്. 55 ചെറിയ സിനിമകളാണ് നമ്മുടെ കൈവശവും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അതിൻ്റെ കുറച്ച് ഒരു സാമ്പിളാണ്, തുടക്കമാണല്ലോ നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടക്കമായതുകൊണ്ട് നമ്മളൊരു ഫിലിം ഹൗസ് എന്നൊരു ആശയത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് അത് ആ ലൊക്കേഷൻ എവിടെയാണെന്നും ആ സിനിമ പോസ്റ്റർ തയ്യാറാക്കുന്നു, ആ ലൊക്കേഷൻ എവിടെ, ലൈവ് ലൊക്കേഷനും അന്നത്തെ സിനിമയിൽ കാണിച്ച ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നമ്മളൊരു ചെയ്തിട്ടുണ്ട്. വരുന്നവർക്കപ്പോൾ അത് കണ്ട് അവർക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം. അതിനോടൊപ്പം ഒരു പ്രൊജക്ടറിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഏതെല്ലാം ഭാഗമാണ് ആ പോസ്റ്ററിന്, പിന്നെ പ്ലസ് അതിനൊപ്പം തന്നെ ആ സ്ഥലവും കാണിച്ചിട്ടുള്ള ഒരു ആശയം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർക്ക് 7 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്.
ഒരു ക്രിയേഷൻ ടീമായിട്ട് നമ്മളൊരു 3-4 പേര് എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് തയ്യാറാക്കിയ ഒരു സംവിധാനം.